വളരെ ചെറിയ പിടിച്ചിട്ടുണ്ടല്ലേ? റെഡ് ലേഡി. അതെ അതെ. ഹലോ, എൻ്റെ പേര് പ്രസാദ് എന്നാണ്. ആലപ്പുഴ ജില്ലയിൽ കായംകുളം കരിയിലക്കുളങ്ങനെയാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ബീറ്റിലാടിൻ്റെ, എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് കുറച്ച് കൊളംബിയൻ ബ്രഹ്മ ഒറിജിനൽ ആണ് ഞാൻ വളർത്തുന്നുണ്ട്. അപ്പോൾ അതുങ്ങളെക്കുറിച്ച് കാണാനും സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനതിൻ്റെ ആടിൻ്റെ ഒരു സെഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? അതെ. ഇപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കൊളംബിയൻ ബ്രഹ്മകളെ നമ്മൾ കാണാൻ പോവാ. കുറേ അധികം ഉണ്ടല്ലേ, നല്ല ക്വാളിറ്റി ഉള്ളത്. ഇത് ഇവിടെ തന്നെ വിരിയിച്ചിറക്കുവാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഇറങ്ങുന്ന കുട്ടികളാണ്. ഇതായത് കുഞ്ഞുങ്ങളുണ്ട്, അതാണ് ചെറുത്. ചെറുതല്ലേ? അതെ അതെ. നല്ല ഹൈറ്റ് വെക്കും, നല്ല ഹൈറ്റ് വെക്കുന്ന കോഴികളാണ്. അതെ, നല്ല സൈസ് വരുന്ന സൈസ് വെക്കുന്നു. മെയിലും ഫീമെയിലുമായിട്ട് കിടക്കും. അതെ അതെ അതെ. 3 മെയിലും ബാക്കി ഫീമെയിലുമാണ്. 3 മെയിലും ബാക്കി ഏറ്റവും വലുത് മെയിലുകളാണ്. പിന്നെ കുട്ടികളും ഉണ്ട് അതിനകത്ത്. ഇത് നമ്മൾ വരാലിനെ വളർത്തുന്നതാണ്. ഇത് നമ്മുടെ ഉപയോഗത്തിനായിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. ബയോഫ്ലോക്ക് രീതിയല്ലേ? തന്നെ. എത്ര ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്? ഇപ്പം 500 എണ്ണത്തിന് ഇട്ടിട്ടുണ്ട്. 500 എണ്ണം ഉണ്ടല്ലേ? ഓക്കെ, നമുക്ക് തീറ്റ ഇട്ടെടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഇതാണ് തീറ്റ കൊടുക്കുന്നത്. നല്ല വലുപ്പമുണ്ടല്ലേ? ഇപ്പം 5 മാസം വിളവെടുക്കാറായി കിടക്കും. അതെ അതെ. വരാല് കൃഷി. അപ്പോൾ എത്ര മാസമുള്ള കുഞ്ഞുങ്ങളെ ഇട്ടേക്കുന്നത്? നമ്മൾ ഒരു 1 ഇഞ്ച് 2 ഇഞ്ച് നീളമുള്ള കുട്ടികളായിട്ടുണ്ട്. ഇട്ടിട്ട് ഇപ്പം 5 മാസമായി. ഇപ്പം പിടിക്കാറായിട്ടുണ്ട്. ഒരു 3/4 കിലോ 1 കിലോ ആ സൈസ് വരും. പിന്നെ നമ്മൾ ഇതിനെ ഞാൻ സാധാരണ ഈ ട്രോളിങ് നിരോധനമാകുമ്പോഴാണ് നമ്മൾ ആവശ്യത്തിന് വാങ്ങിച്ചിട്ട് ഇട്ടേക്കും. പിന്നെ നമ്മുടെ പറഞ്ഞില്ലേ, ഇത് നമുക്ക് പറഞ്ഞില്ലേ, നല്ല ഒരു യാതൊരുവിധ വിഷമോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല പ്യൂറായിട്ടുള്ള മീറ്റ് കഴിക്കാൻ പറ്റും, മീനെ കഴിക്കാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ ഈ കുളത്തിൽ നിന്നൊക്കെ കിട്ടുന്ന വരാലിനെ പോലെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ്. ഇത് നമ്മൾ വേറെ ഇതൊന്നും കൊടുക്കുന്നത്, നമ്മൾ ഈ പെല്ലറ്റാണ് കൊടുക്കുന്നത്. അത് രാവിലെ വൈകിട്ടും ചെറുതിലാകുമ്പോൾ 3 നേരം കൊടുക്കും. വളർന്നതനുസരിച്ച് രാവിലെ വൈകിട്ടും ഇതിന് ഒരേ കപ്പ് ഇട്ട് കൊടുക്കും. അത് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. വേറെ അങ്ങനെ വലിയ അസുഖങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. വാങ്ങാൻ ആളുണ്ടല്ലോ അല്ലേ? 500 നമുക്ക് കിട്ടുന്നുണ്ടോ? അത് നമ്മൾ തീറ്റി ചെറുതിലെ നന്നായിട്ട് കൊടുത്തില്ലെങ്കിൽ അറ്റാക്ക് ചെയ്ത് തിന്നും. തീറ്റി നന്നായിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വിഷയം വരത്തില്ല. അത് തീറ്റി മാത്രമേ കഴിക്കത്തുള്ളൂ. വിശന്ന് കഴിഞ്ഞാൽ ഇത് ചെറുതിലെ പിടിച്ച് കഴിക്കും, അടുത്തുള്ളതിനെ എടുത്ത് കഴിക്കും. ഈ ഒരു ഫ്ലോക്ക് അതിനകത്ത് 500 എണ്ണം ഇടാം. 500 ഇടാൻ പറ്റും. മത്സ്യം വളർത്തി ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇത് എല്ലാത്തിനെയും ഞാൻ വളർത്തിയിട്ടുണ്ട്. നമുക്ക് വളർത്താനായിട്ട് ഇനി ആന മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിനെയും നമ്മൾ വളർത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് ഒരു പാഷനാണ്. നമുക്കത് ചെയ്യണമെന്നൊരു എല്ലാം നമ്മൾ കുറച്ച് വരാലിൻ്റെ കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ടിട്ട് വല്ലപ്പോഴും പോയി നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് കുറച്ച് എന്തിനായാലും നമ്മൾ പോറ്റാൻ പറ്റുമെങ്കിൽ മാത്രമേ വാങ്ങിക്കാവൂ, എല്ലാ പണിക്ക് പോകാവൂ. അല്ല നമ്മൾ കൊണ്ടിട്ട് കഷ്ടപ്പെടുത്താനുള്ള രീതിയിൽ നമ്മൾ ചെയ്യരുത്. എങ്കിലേ നമുക്കൊരു എനിക്കത് ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാവരുടെയും കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. ചിലർ ആവേശത്തിന് വാങ്ങിക്കൊണ്ടിടും, പിന്നെ തിരിഞ്ഞ് നോക്കത്തില്ല. പിന്നെ നഷ്ടമായി പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അതിൻ്റെ എന്ത് കാര്യമായാലും, കോഴിയായാലും താറാവായാലും കിളിയായാലും പശുവായാലും ആടായിരുന്നാലും എന്തായിരുന്നാലും ഒരെണ്ണത്തിനെ കൊണ്ടുവന്നാൽ അത് മരിക്കോളം അല്ലെങ്കിൽ കൊടുക്കുമെന്നോളം വരെ നമ്മൾ അതിന് നന്നായിട്ട് കെയർ ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടായിരിക്കണം. അത്യാവശ്യം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്തതാണ്. ഇതിന് ആടിൻ്റെ കാഷ്ടം മാത്രമാണ് ഇതിന് വളം. ഇത് വളരെ ചെറിയ പിടിച്ചിട്ടുണ്ടല്ലേ? ഇത് ഇഷ്ടം പോലെ. റെഡ് ലേഡി. അതെ അതെ. നിറച്ച് കൊലച്ച് കിടക്കുകയല്ലേ? അതെ അതെ. 2 എണ്ണം ഞാൻ വാങ്ങി നട്ടതാണ്. നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. വളരെ ഹൈറ്റ് കുറവല്ലേ? വളരെ കൊച്ചു പിള്ളേരെ അത്രയും ഹൈറ്റേ ഉള്ളൂ. ഈ ഒരു പപ്പായയുടെ പ്രത്യേകത ഹൈറ്റ് വെക്കത്തില്ല. ഇപ്പൊ എനിക്കൊന്നൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ പപ്പായ വളർത്താൻ പറ്റും. ഇപ്പൊ ഞാനിതൊരു ടെസ്റ്റ് ഡോസ് നോക്കിയതാണ്. ഇതിപ്പോ നമുക്ക് 50 മൂട് നടാമെങ്കിൽ നമുക്ക് പറിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഓമയ്ക്ക അത് നമ്മുടെ നാട്ടിലുണ്ടായ ഓമയ്ക്ക അപ്പുറത്ത് നിൽക്കുന്നത് വളരെ ഹൈറ്റ് കുറവാണ്. അതും സെയിം ഇത് തന്നെ, കൊലച്ച് കിടക്കുവാണ്. വളരെ ഹൈറ്റ് കുറവാണ്. അതേ കണ്ടില്ലേ? ഇതൊരു നീളത്തിലെ ഷേപ്പിൽ, ഇത് വളരെ ചെറുതാണ്. അതെ അതെ. എനിക്ക് തോന്നുന്നു ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഓമയൊക്കെ വളർത്താനായിട്ട് സ്ഥലമുള്ളവർക്ക് പറ്റൂലേ? അതെ അതെ അതെ. നല്ല വളരെ ചെറിയൊരു ഓമ. അതെ. ഞാനിവിടെ ഇഷ്ടംപോലെ പച്ചക്കറി നമ്മുടെ വീട്ടിൽ ഉപയോഗത്തിന് വേണ്ടി നടുന്നായിരുന്നു. ഇപ്പം പിന്നെ ചേന, വെട്ടിയമ്പ്
എല്ലാം ഉണ്ട്. എല്ലാം ഇനിയിപ്പോൾ എല്ലാം വളം ചെയ്യാൻ സമയമില്ല, ഇടയെല്ലാം വൃത്തിയാക്കി വളം ചെയ്യണം. നമ്മളൊരു താറാമുട്ട വാങ്ങിക്കാൻ പോയി കഴിഞ്ഞപ്പം ഭയങ്കര വില, 16 രൂപ 15 രൂപ ഒരു മുട്ടയ്ക്ക്. അത് തന്നെ കേടാണ് കൂടുതലും. അപ്പോഴേ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് താറാവിനെ വാങ്ങി വളർത്തിയാൽ എന്തായാലും. അങ്ങനെ ഞാനൊരു 50 താറാവ് കുഞ്ഞുങ്ങളെ, ഡേ ഓൾഡ് കുഞ്ഞിനെ വാങ്ങി വളർത്തിയതാണ്. ഇപ്പം 5 മാസമാകുന്ന മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-25 മുട്ട വരെ ഡെയിലി ആകുന്നുണ്ട്. പക്ഷേ വലുപ്പമായിട്ടില്ല, ആദ്യമായിട്ട് ഇട്ട മുട്ട അതിന് വലുപ്പമായിട്ടില്ല. എന്നിരുന്നാൽ തന്നെ നമുക്ക് ആവശ്യത്തിന് കഴിക്കാമല്ലോ. നല്ല കെമിക്കൽ ഇല്ലാത്ത സാധനം നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ്. അതെ, അവർക്ക് അതുകൊണ്ട് അത് നന്നായിട്ട് ഇപ്പം മുട്ടയിട്ട് തുടങ്ങി. ഇതിപ്പം 50 ഉണ്ടെങ്കിലും 10-12 പൂവനുണ്ട്, ബാക്കിയെല്ലാം പിടയാണ്. ഇപ്പം ഇന്നലെ 27 മുട്ട വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുട്ട ഇങ്ങനെ പിറക്കി എടുക്കുമ്പോൾ ഒരു സന്തോഷം. അതെ 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 അതെ, അതൊരു വലിയ ഇതാണ്. പിന്നെ നമ്മൾ കൊളംബിയൻ പെരുമ, അതും നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്തുനിന്ന് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. പിന്നെ ബാക്കിയെല്ലാം കുട്ടികളെല്ലാം നമ്മളിവിടെ ഇൻക്യുബേറ്ററിൽ വിരിയിക്കുന്നതാണ്. ഇപ്പോഴും ഇൻക്യുബേറ്ററിൽ മുട്ട ഇരിപ്പുണ്ട്. ഈ മറ്റു കോഴികളുടെ പോലെ മുട്ട ഇടുമോ ഇവർ ബ്രഹ്മ? ഇത് നമുക്ക് ഒത്തിരി മറ്റേ നമ്മുടെ നാടൻ കോഴിയുടെ കൂട്ടൊന്നും ഒത്തിരി മുട്ട ഇടാറില്ല. എന്നാലും നമുക്കൊരു 10-30 മുട്ട ഒരു ചീല് കിട്ടും. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് മുട്ട ഇടത്തില്ല. ഇവർ അടയിരിക്കത്തില്ല ഇവിടെ ഇല്ല, ഇവര് നമ്മൾ ഇൻക്യുബേറ്റർ വെച്ചാണ് വിരിയിപ്പിക്കുന്നത്. ഭയങ്കര സൈസാണ്. നല്ല ഹെവിയാണ്. മെയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 4 കിലോ മേലിൽ കാണും. ഇത് ഫാൻസി ബ്രീഡായിട്ട് വളർത്തുന്നത്. ഫാൻസി ആയിട്ട് ഭംഗിയാണ്. പക്ഷെ മുട്ട ഉപയോഗിക്കും, നല്ല മുട്ടയാണ്. നമ്മുടെ നാടൻ മുട്ടയുടെ സെയിം ഇതാണ്. ആരെങ്കിലും ആവശ്യപ്പെട്ട നമ്മൾ ഈ പിന്നെ ബ്രീഡിങ് ആൾക്കാർ ഈ കൊത്തുമുട്ടയായിട്ട് കൊടുക്കാറുണ്ട്. ഞാൻ ഒരു മുട്ട 100 രൂപയ്ക്കാണ് വിരിയിക്കാനായിട്ട് കൊടുക്കുന്നത്. പിന്നെ വന്നിട്ട് കുട്ടികളെ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് ഇപ്പം ഈ വീഡിയോയ്ക്ക് തന്നെ കൊടുക്കാറായ കുട്ടികളുണ്ട്. പേരൻറ് സ്റ്റോക്കെല്ലാം കുട്ടികളുണ്ട്. അത് ആ ഒരു വലുപ്പത്തിനനുസരിച്ചാണ് വില. താറാവ് കൊടുക്കാനില്ല, അത് നമ്മൾ മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടി വളർത്തുന്നതാണ്. അപ്പം ആടുകൾ ധാരാളമായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആട്ടുകാഷ്ടമൊക്കെ ഉപയോഗിച്ച് നല്ല ഓർഗാനിക് കൃഷി കൃഷിയുണ്ട്. ഇത് നമ്മൾ മരത്തിലൊന്നും കയറേണ്ട ആവശ്യമില്ല. താഴെ ഇരുന്ന് ഇഷ്ടംപോലെ കുരുമുളക്. ഇത് ഇതിന്റെ ഏനം ഒരുപാട് തിരി വരുന്നുണ്ട്. നന്നായിട്ട് ഇഷ്ടം പോലെ തിരി വന്നു. ചെറിയ ചട്ടിക്കകത്ത് വളർത്താം. അതെ അതെ അതെ, ഇത് കുറെ വെച്ചിട്ടുണ്ടല്ലേ? ഇതൊരു 5 മൂടുണ്ട്. എന്നാലും മതി, അതിന്റെ ആവശ്യമുള്ളൂ. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് പച്ച കുരുമുളക് ഇട്ട കറികളൊക്കെ മീനൊക്കെ വറക്കണമെങ്കിലും ഒക്കെ. ഇപ്പോഴത്തെ സമയത്ത് മത്തി വറക്കാനൊക്കെ പച്ച കുരുമുളക്. അപ്പൊ പക്ഷിമൃഗാദികൾ മാത്രമല്ല അല്ലേ ഓർഗാനിക് കൃഷിയുണ്ട്. കൃഷി എനിക്ക് താല്പര്യമാണ്. നന്നായി എന്തായാലും നമ്മൾ ഈ പറഞ്ഞില്ലേ, നമ്മുടെ ഫാമിന്റെ പേര് തന്നെ നാച്ചുറൽ ലൈഫ് എന്നാണ്. ഫാമിന്റെ പേര് നാച്ചുറൽ ലൈഫ് എന്നാണ്. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞില്ലേ, എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലെ പച്ചക്കറികളെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്. വഴുതനങ്ങ ഇതിപ്പം ഉണ്ടായി കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ബാച്ച് ഉണ്ടാകുകയാണ്. നല്ല വഴുതനങ്ങ. അതുകൊണ്ട് നമുക്ക് പടവലങ്ങ ഉണ്ടായിരുന്നു, വെണ്ടയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജൈവ കൃഷിയാണ്. ഇവിടെ തന്നെ ആട്ടിന്റെ കാഷ്ടവും പിന്നെ വേറെ ഒരു രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല. നമ്മൾ വീട്ടിൽ ഇത് നടുമ്പോൾ തന്നെ ആ തടത്തിൽ നന്നായിട്ട് ആട്ടുംകാട്ട ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ചെടി നടുന്നത്. പിന്നെ അത് ലൈഫിനുള്ള വളം അതിനകത്തുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഇന്നൊന്നും വളം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെയാണ്.